രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ നിയമസഭയിൽ പോയപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിച്ചത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇന്നലെ പാലക്കാട് എത്തിയെന്നാണ് നിങ്ങളപ്പോൾ ഉള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണ വലയം ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൗലോസ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകുമ്പോൾ അവിടെ ബെന്നി ബെഹനാനും തങ്കപ്പനുമെല്ലാം വേറെ കുറേ ചില കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നോടെല്ലാം പങ്കുവച്ചത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയും എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങളല്ല ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയണം. വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കളും ഇപ്പോൾ തയ്യാറല്ല. കാരണം വി ഡി സതീശനാണ് അയാളിപ്പോൾ പാർട്ടിയിലില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത്. ആ സതീശൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വില ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വകവയ്ക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം പുറത്തായി എന്ന് വി ഡി സതീശനും, എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല, അയാളെ കണ്ടാൽ സംസാരിച്ചാൽ എന്താ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ. അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കേട്ടറിഞ്ഞത്. ആ കേട്ടറിഞ്ഞത് വസ്തുതയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും. അതിൻ്റെ ശാസ്ത്രീയമായ തെളിയിക്കുമെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ തയ്യാറായില്ല. അതുകൊണ്ട് രാഹുൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇത് ശരിയാണ്. അപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം, ആ ആരോപണം വന്നതിന് ശേഷവും ഇദ്ദേഹം MLA ആയി തുടരുകയാണ്. MLA ആയി തുടരാൻ പാടില്ല എന്ന നിലപാട് അവരുടെ മുന്നണിക്കകത്തെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് പങ്കുവച്ചു എന്ന് പറയുന്നത് അയാൾ, അതായത് രാഹുൽ മാങ്കൂട്ടം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന പ്രസ്താവനയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, അവരുടെ മുൻകാല ഒരു അനുഭവം ഉണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കേസ്, ഇതുപോലെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അന്തസ്സായ ഒരു തീരുമാനം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചല്ലോ. അദ്ദേഹം മന്ത്രിയായിരുന്നു, മന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇപ്പോൾ ലീഗ് അന്ന് കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദ, അന്തസ്
ഈ കോൺഗ്രസ് ഇത്രയും വലിയ ആരോപണ വിധേയനായ ഒരുത്തൻ MLA ആയി തുടരുക, ആ MLA ആയി തുടരുന്ന ഘട്ടത്തിൽ തന്നെ VD സതീശൻ പറയുകയാണ് അദ്ദേഹത്തിന് പുറത്താക്കിയെന്ന്. എന്നാൽ കുറേ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അയാൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം അയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു. പിന്നെ എന്ത് പുറത്താക്കല? ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞങ്ങൾ പ്രതിഷേധം നല്ലതുപോലെ തുടരും. വ്യാപകമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിലും മഹിളാ അസോസിയേഷനും SFIയും DYFIയും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ DYFI. ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. മാത്രമല്ല, ഇയാൾക്ക് എങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക? 2 വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ, ലൈംഗികമായി അതിക്രമം നടത്തിയ ഒരുത്തൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക? കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുമോ? പെൺകുട്ടികളുള്ള കോൺഗ്രസ്സുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം. നമ്മൾ സാധാരണ പറയുന്നത് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാളും നല്ല കട്ടിയാണെന്നല്ല, ഇത് അപ്പുറം. അല്ലാത്തൊരുത്തിന് എങ്ങനെയാണ്? സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ, നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും, ഒരു വിഷമം കാര്യങ്ങളൊക്കെ വരും. ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെ നോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിഞ്ഞു എന്ന് വരും. അതിൽ വസ്തുതയുള്ള കാര്യമാണ്. നമുക്കെതിരെ ഒരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് വിളിക്കും. ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ നേതാക്കളെല്ലാം പേടിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുലിനെതിരാണ്? ഈ നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ, നേതാക്കൾ പേടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളിനെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം, അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാഷർ തന്നെ. അല്ല, ഹെഡ്മാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാഷർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാഷറിൻ്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവർ. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത്. എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? കയറി മുറത്തി കയറി കൊത്തി എന്നാണ് കേൾക്കുന്നത്.
മനസ്സിലായില്ലേ? മനസ്സിലായോ? അല്ല, അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നി എന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിൻ്റെ നേതൃത്വം. അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ എല്ലാം പാർട്ടിയിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്, ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തുമോ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു 7 അയലത്ത് നിർത്തുമോ അങ്ങനെയുള്ളവരെ? അല്ല, ഞാൻ പറയണത് നിങ്ങൾ ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയുക സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതിന് സമാനവൽക്കരിക്കേണ്ട. മുകേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമാ മേഖലയിൽ നിന്ന് ആ രംഗത്ത് നിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പറൊന്നുമല്ല. മനസ്സിലായില്ലേ? അയാൾ സിനിമാ നടൻ. സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങളിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, സജീവമായ കോൺഗ്രസിൻ്റെ നേതാവ്, ആ നേതാവിനെയും നിങ്ങൾ മുകേഷിനെ എങ്ങനെയാണ് ഈ സമാനവൽക്കരിക്കുന്നത്? ശരിയാണോ അത്? നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം നിങ്ങളെന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാൽ പിന്നെ മുകേഷ് ഇരിക്കട്ടെ, അതല്ലല്ലോ വേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, PK ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. PK ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. PK ശശിയെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള നടപടി അതിൻ്റെ പേരിലല്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ ചേർത്തണ്ട.